കൂനയിൽ 3 മീറ്റർ താഴെയാണ് എന്നാണ് ഇപ്പോൾ ദൗത്യസംഘം സ്ഥിരീകരിക്കുന്നത്. ട്രക്കിന്റെ കിടപ്പ് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ ഗോവയിൽ നിന്ന് ഫ്ലോട്ടിംഗ് പോൺടൂൺ കൊണ്ടുവരുന്നതിലൂടെ ഈ മൺകൂന നീക്കുന്നതിന് വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഫ്ലോട്ടിംഗ് പോൺടൂൺ കൊണ്ടുവന്ന് അതിന് മുകളിൽ ഈ എക്സ്കവേറ്റർ സ്ഥാപിച്ചുകൊണ്ട് മണ്ണ് നീക്കുന്ന പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദീപക് മലയമ്മ തുടരുന്നുണ്ട്. ദീപക്, അങ്ങനെയെങ്കിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ 3 സിഗ്നലുകളേക്കാൾ ശക്തമായ ഒരു സിഗ്നൽ ലഭിച്ചെടുത്ത് അത് മൺകൂനയിൽ 3 മീറ്റർ താഴെയാണെന്ന് ഉറപ്പിക്കുന്നു. അത് ട്രക്ക് തന്നെയാണെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതിന്റെ കിടപ്പ് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ അതിൽ നിന്ന് ലഭിച്ച സിഗ്നലുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ശ്രമിക്കുന്നത്. അങ്ങനെ വെള്ളത്തിലിറങ്ങി ഈ ഫ്ലോട്ടിംഗ് പോൺടൂൺ കൊണ്ടുവന്ന യന്ത്ര സാമഗ്രികൾ എത്തിച്ച് ഈ മൺകൂന മാറ്റിയുള്ള പരിശോധനയിലേക്ക്, അതായത് ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ ദൗത്യം തന്നെയായിരിക്കും നാളെ നടത്തുക, അല്ലേ? ലക്ഷ്മിപ്രിയ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആദ്യം കണ്ടെത്തിയ 3 സിഗ്നലുകൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു സ്ട്രോങ് സിഗ്നലിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടുകൂടി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഏറെക്കുറെ ആ മേഖലയിലേക്ക് ഫാൻടൂൺ എത്തിച്ചുകൊണ്ട് അവിടെ അടിയൊഴുക്കുണ്ടെങ്കിൽ പോലും ആ മേഖലയിൽ ഈ ഡീപ്പ് ഡൈവേഴ്സിന് താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ഇന്ന് തന്നെ അത്തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ ആയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ആ മേഖലയിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും. തുടർന്ന് രാവിലെ മുതൽ തന്നെ ശ്രമങ്ങൾ ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പം മുൻപ് കൂടി നമ്മൾ SP-യുമായൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുക്കാനുള്ള സാഹചര്യവും കൂടി ഒരുക്കാമെന്നുള്ള ഉറപ്പ് കൂടി ഈ സമയം അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനീത, ആ മേഖലയിലേക്ക്, അതായത് നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഈ മല ഇടിഞ്ഞു വന്നിരിക്കുന്ന മേഖലയിൽ നിന്ന് നേരെ എതിർവശത്ത് നദിയുടെ നടുഭാഗത്തായിട്ടാണ് ഒരു മൺതിട്ട രൂപപ്പെടുന്നത്. ആ മൺതിട്ടയിലേക്ക് ഇന്നലെ പരിശോധന പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രപാലൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നൊരു എക്സ്ട്രാ റൺ കൂടി നടത്തിയ ഘട്ടത്തിലാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സിഗ്നൽ കൂടി ലഭിക്കുന്നത്. അത് പക്ഷേ ഇന്നലെ സ്പോട്ട് ചെയ്ത 3 സിഗ്നലുകൾക്ക് അപ്പുറത്തേക്ക് വെരി സ്ട്രോങ്ങസ്റ്റ് സിഗ്നൽ എന്നുള്ള നിലപാടിലേക്ക് ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റമുള്ള ആ സംഘം എത്തുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ അവലോകന യോഗവും കൂടി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ തിരച്ചിൽ അവസാനിപ്പിക്കില്ല, അതിനപ്പുറത്തേക്ക് കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന ആ മേഖലയിൽ നടത്താമെന്നുള്ള തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നത്. ഇനി മറ്റൊന്ന്, ആ മണ്ണ് നീക്കം ചെയ്തതിന് ഉതകുന്ന തരത്തിലേതെങ്കിലും ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ നേരത്തെ കാർവാർ MLA അടക്കം ഇവിടെ സംസാരിക്കുമ്പോൾ ചോദിച്ചിരുന്നു. അദ്ദേഹം ആ ഘട്ടത്തിൽ പറഞ്ഞത് ഡ്രഡ്ജർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നതിന് പരിമിതികളുണ്ട്. അതായത് 2 ബ്രിഡ്ജുകളുണ്ട് ഈ ഗംഗാവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിന് കടന്നുകൊണ്ട് ഈ പ്രദേശത്തേക്ക് ഡ്രഡ്ജറുകൾ എത്തിക്കുന്നതിലുള്ള തടസ്സം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടും വീണ്ടും അവലോകന യോഗം ചേരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ആ അവലോകന യോഗം ചേരുന്ന ഘട്ടത്തിൽ കൂടുതൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അല്പം മുൻപ് 3 മണിയോട് കൂടിയാണ് ഇവിടെ IB ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ വെച്ച് ഒരു യോഗം കേരളത്തിൽ നിന്നെത്തിയ മന്ത്രി PA മുഹമ്മദ് റിയാസ്, MP MK രാഘവൻ, മറ്റ് MLA-മാർ ഒക്കെ ചേർന്നുകൊണ്ട് കർണാടകത്തിലെ ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റിലുള്ള ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, ഒപ്പം തന്നെ SP നാരായണ തുടങ്ങിയ ആളുകളൊക്കെ, കാർവാർ MLA അടക്കമുള്ള ആളുകൾ ചേർന്നിരുന്നുകൊണ്ട് ആലോചനാ യോഗം നടത്തിയത്. ആ ഘട്ടത്തിൽ കൃത്യമായി ഈ തെരച്ചിൽ തുടരണം എന്നുള്ള നിലപാട് കേരളം മുന്നോട്ട് വെച്ചു. ആ നിലപാട് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റിലെ ഉന്നത വൃത്തങ്ങൾ ആ കാര്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അർജുന്റെ കുടുംബവും ഈ ലോക മലയാളികൾ ഒന്നടങ്കവും ടെലിവിഷൻ സ്ക്രീനിന് മുന്നിലായാലും അല്ലാതെയും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അർജുനെ കണ്ടെത്തണമെന്നുള്ള ഒറ്റ കാര്യമാണ്. ആ ഒരു ഒറ്റ കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ 11 ദിവസവും പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. 11ാം ദിവസത്തിലേക്ക് ദൗത്യം എത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ നമുക്ക് ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായി തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത്. പക്ഷേ അത് സാധ്യമാകാതെ പോകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് വലിയ തരത്തിലുള്ള മഴയുൾപ്പെടെ പ്രകൃതിക്ഷോഭം ഉൾപ്പെടെ ഉണ്ടായതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളിലും ഓറഞ്ച് അലർട്ടിനുള്ള സാധ്യത തന്നെ നമ്മൾ കാണുകയും ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ